Hi friends, welcome back to SIMNAS notebook. ഇന്ന് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രഷർ കുക്കർ സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തേങ്ങയൊന്നും വറുത്തരയ്ക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ നമുക്കിതിലേക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ മുരിങ്ങയ്ക്കായ, അതുപോലെ തന്നെ സവാള എടുത്തിട്ടുണ്ട്, കായ എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, മത്തങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, പിന്നെ തടിയങ്ക, പിന്നെ നമ്മുടെ കായയുടെ കാര്യം പറഞ്ഞല്ലോ, കായ, അതുപോലെ തന്നെ പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്ന അമരപ്പയർ ഒരു നല്ല ടേസ്റ്റ് ആട്ടോ തരുന്നത്. കണ്ടില്ലേ, ഇതാണ് അമരപ്പയർ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ചേനയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ വെണ്ടയ്ക്കയും തക്കാളിയും നമ്മളിപ്പോൾ ചേർക്കൂല, അത് നമ്മൾ അരിഞ്ഞ് മാറ്റി വെക്കാം, നമുക്ക് പിന്നെ ചേർത്താൽ മതി. അതുപോലെ പച്ചമുളക് എരിവിന് വേണ്ടി ചേർക്കണം. ഇത് കണ്ടില്ലേ, ഇത് ചേനയാണ്. പച്ചമുളക് എരിവിന് വേണ്ടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ റെഡി ആയല്ലോ. ഇനി നമുക്കിതിലേക്ക് തുവരപ്പരിപ്പാണ് ചേർക്കുന്നത്. ചിലർ കടലപ്പരിപ്പ് ചേർക്കാറുണ്ട്. ഞാൻ പക്ഷേ ഇതുപോലെ ഒരു കപ്പ് തുവരപ്പരിപ്പ് എടുത്ത് നന്നായിട്ട് ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. പിന്നെ ഇതുപോലത്തെ ഒരു പുളിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി. ഈ പുളി നമുക്ക് അല്പം വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞ് ഇങ്ങനെ വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെച്ചേക്കാം. അപ്പോൾ പുളിയൊക്കെ ഈ വെള്ളത്തിൽ അങ്ങ് ഇറങ്ങുമല്ലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും റെഡിയായി. ഇനി നമുക്ക് കുക്കർ എടുക്കാം. അപ്പോൾ കുക്കർ എടുത്തു. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തുമരപ്പരിപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ തുമരപ്പരിപ്പ് എല്ലാം ഇട്ടു. ഇനി വെജിറ്റബിൾസും കൂടെ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം, വെണ്ടയ്ക്കയും തക്കാളിയും ഒഴികെ. ഇനി നമുക്കിതിലേക്ക് ഇത്രയും കായം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. പിന്നെ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, ഒരു 1/2 ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം, ഏതാണ്ട് 1/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും വെജിറ്റബിൾസും തുമരയും ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. പ്രഷർ കുക്കറിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ്. ആ സമയത്തേക്ക് ഇതുപോലൊരു പാൻ എടുത്ത് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാട്ടോ എപ്പോഴും നമ്മുടെ നാടൻ വിഭവങ്ങൾക്ക് നല്ലത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പം ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുത്തു. അപ്പം നമ്മുടെ ഉലുവ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്കിതിലേക്ക് ഒരു 12 ചെറിയ ഉള്ളി 2ആയിട്ട് കീറിയത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 വെളുത്തുള്ളി. എപ്പോഴും നമ്മൾ ചെറിയ ഉള്ളി ചേർക്കുന്ന കേട്ടോ നല്ലത്, അപ്പോഴായിരിക്കും നമ്മുടെ സാമ്പാറിന് നല്ല ഒരു ടേസ്റ്റ് വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സവാള ആയാലും ചേർക്കാം, പക്ഷേ എപ്പോഴും ടേസ്റ്റ് ചെറിയ ഉള്ളി ചേർക്കുന്നതാണ്. അപ്പോൾ ഇനി ചെറിയുള്ളി ഒന്ന് മൂത്ത് വരണം. കണ്ടില്ലേ, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയില്ലേ. ഈ ഒരു പരുവാകുമ്പം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിതിലേക്ക് ആദ്യം ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളകും വേണമെങ്കിൽ നമുക്ക് എരിവിന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എത്രയാണോ മുളക് പൊടി ചേർത്തത് അതേ അളവിൽ തന്നെ നമുക്ക് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സാമ്പാറിന് നല്ല ഒരു കൊഴുപ്പ് കിട്ടും. അപ്പം 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പൊടികളെല്ലാം അത്യാവശ്യം നമ്മൾ ചേർത്തു. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതായത് ഈ പൊടികളുടെയൊക്കെ ഈ പച്ചമണം ഒന്ന് മാറണം, എന്നാലേ നമ്മുടെ സാമ്പാറിന് നല്ല ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. പച്ചമണം മാറി ഈ ഉള്ളിയുമായിട്ട് അങ്ങ് ചേരണം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സാമ്പാർ പൊടിയുടെ അളവ് നമുക്ക് ഇതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ, പക്ഷേ ഇത്രയും ചേർക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു പരുവം. എന്നിട്ട് വീണ്ടും നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഈ ചെറിയുള്ളിയുമായിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് മിക്സായി വരട്ടെ. എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രമേ പൊടികൾ ചേർക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഏകദേശം നമ്മുടെ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പിലയൊക്കെ ഇടുമ്പോൾ നല്ലൊരു മണമാണ്. അപ്പോൾ നമ്മുടെ സാമ്പാർ എന്തായെന്ന് നോക്കിയാലോ. അപ്പോൾ അത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം കണ്ടില്ലേ, കഷ്ണങ്ങളൊന്നും ഒരുപാട് ഉടഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ഈ ഒരു പരുവമായി കഴിയുമ്പം നമുക്ക് ഈ സാമ്പാറിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഒരു 3 വെണ്ടയ്ക്ക 2ആയിട്ട് കീറിയത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. 2ഓ 3ഓ ആയിട്ട് കീറിയിട്ടുണ്ട്. പിന്നെ ഒരു 2 തക്കാളിയും കൂടെ. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പം നമ്മുടെ ഈ വെണ്ടയ്ക്കയും ഈ തക്കാളിയും കൂടെ ഇനി ഇതിലാകുമ്പോൾ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് ഇടുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്നല്ലേ ഈ ചെറിയുള്ളി എല്ലാം കൂടി, അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമ്മളെല്ലാം ചേർത്തു. ഇനി നമ്മുടെ പുളിവെള്ളം കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരുപാട് പുളിവെള്ളം ആദ്യമേ നമ്മളങ്ങ് ചേർക്കണ്ട, കുറച്ച് പുളിവെള്ളം നമ്മൾ ചേർത്താൽ മതി. എന്നിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കി എടുക്കാം. ഞാനൊന്ന് നോക്കട്ടെ. പുളി ഓക്കെയാണ്, അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പം ഞാനൊരല്പം ഉപ്പും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പം ഞാനൊരല്പം ഉപ്പ് ചേർത്തു. ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇപ്പോൾ ഉപ്പും പുളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ തുറന്ന് വെച്ചൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് കടുക് താളിക്കുന്നതിന് വേണ്ടി ഇതുപോലൊരു ചെറിയ പാത്രത്തിൽ ഞാൻ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് പൊട്ടി വരുമ്പോൾ ഒരു 3 ചെറിയ ഉള്ളി അരിഞ്ഞതിട്ടു. ഇനി വറ്റൽമുളക് ഇട്ടു. അതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ടി വരുമ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഞാൻ ഒരു കളറിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ചിലർ ഇതേ സമയത്ത് നമ്മുടെ ഇതില്ലേ സാമ്പാർ പൊടി അത് ചേർത്ത് കൊടുക്കാറുണ്ട്. പിന്നെ ചിലർ ഈ സമയത്ത് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാറുണ്ട്. അത് നമ്മുടെയൊക്കെ ഇഷ്ടത്തിന്. ഞാൻ ഈ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തതെന്ന് വെച്ചാൽ നമ്മുടെ ഈ സാമ്പാറിനൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ എരിവും കൂടി നമുക്ക് വരാനായിട്ട്. അപ്പം നമ്മൾ അത്യാവശ്യത്തിന് ഇതെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് കായം അങ്ങ് ചേർക്കാൻ പാടില്ല കേട്ടോ, അതിൻ്റെ ഒരു വല്ലാത്ത ടേസ്റ്റ് വരും. അപ്പം ഞാനൊരു 1/4 ടീസ്പൂണോളം പൊടി കണക്കാക്കിയാണ് കായം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ താളിക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ സാമ്പാർ എന്തായെന്ന് നോക്കിയാലോ. ഒരു 10 മിനിറ്റ് നമ്മൾ വേവിക്കാൻ വെച്ചേക്കുമല്ലേ. അപ്പം നമ്മുടെ ഈ സാമ്പാറിലേക്ക് നമ്മളിത് താളിച്ചങ്ങ് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം താളിച്ചൊഴിച്ച ഒരു മണമൊക്കെ വരുമ്പം നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഈ സാമ്പാറിൻ്റെ ഉപ്പും പുളിയും ഒക്കെ പാകമാണോ എന്ന് നോക്കണം. ആവശ്യം പുളി അധികം ഇല്ലയെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് അല്പം പുളി ഒഴിക്കാം. എല്ലാം പാകത്തിനാണ്. ഉപ്പും പുളിയും ഒക്കെ പാകത്തിനായിട്ടുണ്ട്. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വെണ്ടയ്ക്ക ഒന്നും കുഴഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ഇനി സാമ്പാർ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസി പ്രഷർ കുക്കർ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. പെട്ടെന്ന് നമുക്ക് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതും നമ്മുടെ ഒരു ഓണ വിഭവമാണ്. ഓണത്തിന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സാമ്പാറാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കില്ലല്ലോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.